ദൈവരാജ്യ വേലയ്ക്ക് ഒരു കൈമാറ്റമുണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്ത് സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അതായത് അഭിഷേകത്തിന് ഒരു കൈമാറ്റമുണ്ട്. കർത്താവ് പറയാണ്, നിന്റെ കിരീടം. എന്താണ് നിന്റെ കിരീടം? ഈ ദൈവരാജ്യത്തിൽ നിന്നെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യം, ഈ ദൈവരാജ്യത്തിൽ നിന്റെ കുടുംബത്തെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യം, ഇത് നീ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അത് മറ്റൊരാളിലേക്ക് കൈമാറപ്പെടും. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ദൈവം തരുന്നൊരു നിയോഗമുണ്ട്. ഓരോ മനുഷ്യനും അതുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ എല്ലാ ആളുകളും എത്തണം. എഫേസ്യോസ് 2:8 വായിച്ചിട്ട് എഫേസ്യോസ് 2:10 വായിക്കുക. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ തികച്ചും സമ്പൂർണമായും ദൈവത്തിന്റെ ദാനമാണ്. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സുവിശേഷം കേട്ട് യേശുവിലേക്ക് വന്ന ഒരാളല്ലെങ്കിലും, നിങ്ങൾ ജന്മനാ, നിങ്ങളുടെ ജന്മം കൊണ്ടൊരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമായി ക്രിസ്ത്യാനിയായ ആളാണെങ്കിലും, അങ്ങനെ ഒരു രക്ഷ ഈ കുടുംബത്തിൽ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് വഴിയായി കിട്ടിയത് പോലും നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ദൈവം തെരഞ്ഞെടുത്തതാണ്. നമുക്കൊരിക്കലും മനസ്സിലാകാത്ത ബൈബിളിലെ സങ്കല്പങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. എഫേസ്യോസ് ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. റോമർ 8:29 വായിക്കാം. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. 30, താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇന്ന് ഈ കൂടാരത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോ നിങ്ങൾ തിരിച്ചറിയണം, ഇവിടെ ഇരിക്കുന്നത് പോലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവം വിളിച്ചത് കൊണ്ട് മാത്രമാണ് വരുന്നത്. ദൈവം ഹൃദയത്തിൽ ആകർഷിച്ചത് കൊണ്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടും മാത്രമാണ് നമ്മൾ കർത്താവിന്റെ മക്കളായിട്ട് മാറിയത്. അതിനൊരാൾക്കും അഹങ്കരിക്കാൻ ഒരു വഴിയില്ല. അത് തികച്ചും സൗജന്യമായ ദാനമാണ്. അതാണ് എഫേസ്യോസ് 2:8 കാണാതെ പഠിക്കേണ്ട വചനങ്ങളിൽ ഒന്നാണിത്. ഒരു ക്രിസ്ത്യാനി അവശ്യം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വാക്യങ്ങളിൽ ഒന്നാണിത്. എഫേസ്യോസ് 2:8 മറക്കരുത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് ഗിഫ്റ്റാണ്, പ്യുവർ ഗിഫ്റ്റാണ്. അത് സമ്പൂർണമായും ദൈവത്തിന്റെ ദാനമാണ്. ഈ വലിയ സത്യം എപ്പോഴും ഓർത്തിരിക്കണം. ദൈവം തെരഞ്ഞെടുത്തതാണ്. മാമോദീസ വഴി ദൈവത്തിന്റെ മക്കളായി മാറാൻ ദൈവം ഒരു തെരഞ്ഞെടുപ്പ് തന്നതാണ്.